ശ്വാസമേ. ചേർന്ന് ഞങ്ങളോട് എല്ലാവരും ഒന്ന് പാടിക്കേ. നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. 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 എൻ പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും. നീ വേണം എൻ നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. ഞാൻ ഈ പാട്ട് കഴിഞ്ഞ ദിവസം കേൾക്കുമ്പം എൻ്റെ പ്രാണനേക്കാൾ യേശു എനിക്ക് നീ വേണം. എൻ്റെ നിഴൽ എന്നെയുമായിട്ട് എന്ത് ചേർന്നാണോ, ഞാൻ എവിടെയൊക്കെ പോയാലും എങ്ങനെയൊക്കെ നടന്നാലും എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നിഴലിനേക്കാൾ അടുത്ത്, നിഴലിനേക്കാൾ എനിക്ക് നീ വേണം. ഇത് പാടിക്കൊണ്ടിരുന്നപ്പം ഞാൻ തന്നെ പാടിപ്പോയതാ. എൻ കൺകളേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. എന്നറിവിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. എല്ലാവരും ചേർന്ന് നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. 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 ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പാടിക്കേ. നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. എൻ പ്രാണനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. എൻ പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും. നീ വേണം നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. യേശുവേ നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. എൻ പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും. നീ വേണം നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ.
യേശുവേ, പകൽക്കാലം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അപ്പോൾ ആരാധനയിൽ ഞങ്ങൾക്കൊപ്പം ചേരുമ്പോൾ, Father, let your presence be tangible wherever they are, my Father. Wherever they are, my Father. Holy are you, my Father. Holy are you, my Father. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ നാഴിയിൽ നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ഓ നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ നാഴിയിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. എന്നും ജീവിക്കുന്നോൻ യേശുവേ. 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 ഓ എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രം ആശ്രയം. എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രം ആശ്രയം. ഓ യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. ചേർന്ന് നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. നീ വേണം, നീ വേണം, നീ വേണം. പ്രാണനേക്കാൾ നീ വേണം. അരികിലെന്നും നീ വേണം. നിഴലിനേക്കാൾ നീ വേണം. ഓ, ഞാൻ പാടും എൻ ശ്വാസമേ. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം എൻ്റെ മുന്നിൽ ബൈബിളിനകത്ത് വേഴ്സ് ഓഫ് ദ ഡേ വന്നത് Philippians 4:6-7. Do not be anxious or worried about anything, but in everything, every circumstance, in every situation,
by prayer and petition with thanksgiving. Continue to make your specific request known to God, and the peace of God, that peace which reassures the heart, that peace which transcends all understanding, that peace which stands guard over your hearts and your mind in Christ Jesus. 4:6-7 ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. ഓക്കെ, അപ്പം ജോസലിനോട് തന്നെ ചോദിക്കാം, എന്നാ പറയുന്നത്, ഈ ഭാരപ്പെടാതിരിക്കാൻ പറ്റുമോ? ഭാരപ്പെടുമ്പം നമ്മൾ യേശുവിനെ വിശ്വസിക്കാതിരിക്കുകയാണല്ലോ. അപ്പം ഭാരപ്പെടാതിരിക്കാൻ പറ്റുമോ ഇല്ലയോ? എങ്ങനെയാ ജോസലിൻ്റെ ഒരു ജീവിതം, ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത്? അതിനകത്ത് എപ്പോഴാണ് യേശുവിനെ ആവശ്യം വരേണ്ടത്? എല്ലാ ദിവസവും നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്ലാൻ ചെയ്യും. പക്ഷെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ അന്നേരമായിരിക്കും ഏറ്റവും കൂടുതൽ യേശുവിനെ ആശ്രയിക്കുന്നത്. ഭാരം വരുമോ? ഭാരം ചില കാര്യങ്ങളിൽ ഭാരം വരാറുണ്ട്. ചിലപ്പം അങ്ങനെ പോവും, ചിലപ്പോൾ ഭയങ്കര വിശ്വാസമായിരിക്കും, ചിലപ്പം ഒന്നും നടക്കാന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും, യേശുവേ എന്നാ ഒന്നും നടക്കാത്ത, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാരങ്ങളൊക്കെ വരാറുണ്ട്. എനിക്ക് നേരെ തിരിച്ച, എനിക്ക് പെട്ടെന്ന് ഭാരം വരും. ഭാരം വന്നാൽ ടെൻഷൻ കയറും, എനിക്ക് ഉറക്കം പോകും. ഏറ്റവും ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നമ്മൾ നേരത്തെ പാടിയതുപോലെയാണ്, എൻ്റെ അറിവിനെക്കാട്ടിലും എൻ്റെ കണ്ണുകളെക്കാട്ടിലും ഞാൻ എല്ലാത്തിനും യേശുവിനോട് എനിക്ക് കൂടുതൽ വേണം, യേശുവിനെ എനിക്ക് കൂടുതൽ വേണം. ഇതൊരു ഈ പാട്ടൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രാർത്ഥന പോലെയാണ്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഇത് എഴുതിയത് മാത്യു എന്ന് പറയുന്ന റിച്ചാർഡ്സനാണ്. പുള്ളിയുടെ ഒരു സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കൊറോണയുടെ ഇടയ്ക്കാന്ന് തോന്നുന്നു, ആ ലോക്ക്ഡൗൺ ഇങ്ങനെ ഇതായി നിന്ന സമയത്ത് വേറൊന്നും ചെയ്യാനോ ചിന്തിക്കാനോ മേലാതിരുന്നൊരു നിമിഷത്തിൽ മുറിയിലിങ്ങനെ ഇരുന്ന് പാടാൻ നേരം പ്രാർത്ഥന പോലെ പാടിവിട്ട പാട്ടാണ്. അപ്പം ഞാൻ ഇന്നലെ ഈ പാട്ടിങ്ങനെ ഞങ്ങൾ നേരം വീട്ടിലെല്ലാവരും കൂടെ ഇങ്ങനെ എറണാകുളം പോവായിരുന്നു. പൊക്കോണ്ടിരുന്നപ്പം ഈ പാട്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓർക്കുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കാണുന്ന കണ്ണ് തുറന്നിരുന്നാലേ ഭാരം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ കാണത്തുള്ളൂ. ഈ കണ്ണിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് ഞാൻ ആദ്യം എടുക്കുന്നതെങ്കിൽ എനിക്ക് ഭാരം വന്നിരിക്കും. പക്ഷെ എൻ്റെ കണ്ണുകളെക്കാട്ടിലും എനിക്ക് ഈ കണ്ണ് തന്നിരിക്കുന്ന ഒരുത്തനുണ്ട്, അവൻ എനിക്ക് പ്രിയനാണ്. അപ്പോൾ അതാണ് ഞാൻ കാണാതെ, ഞാൻ അറിയാതെ ഞാൻ പാടിപ്പോയത്. ഒരു വാക്ക് കേട്ടണമല്ലോ പാടണമല്ലോ എന്ന് വെച്ച് പാടിയതല്ല. എൻ കണ്ണുകളേക്കാൾ നീ വേണം, ഞാൻ പാടും എൻ ശ്വാസമേ. അതുപോലെ തന്നെ എന്നറിവിനെ ചിന്തിച്ചു നോക്കിയാൽ ഇതിനെ വിശ്വസിക്കാതിരിക്കാനും ഇങ്ങനൊരു ദൈവമുണ്ടെന്ന് ചിന്തിക്കാതിരിക്കാനുമുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ. പക്ഷെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ യേശുവിനെ വിളിക്കാൻ തുടങ്ങുകയും പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ യേശു ഉണ്ടെന്ന് അല്ല യേശു ഇല്ലെന്ന് അറിയാതിരിക്കാനാണ് പിന്നെ പാട്. കാര്യം നമ്മളൊരു പ്രശ്നത്തിൽ പെട്ട് കഴിയുമ്പം തന്നെ ആദ്യം ഇച്ചിരി ഭാരം വന്നാലും എവിടുന്നോ നമ്മുടെ ആ ടെൻഷൻ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നതിന് പകരം, ഇല്ല സാരമില്ല, എന്തേലും ആയി പോട്ടെ, യേശു ഇത് സെറ്റാക്കും, സർവ്വതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ, എവ്രിതിങ് ഹി വർക്ക്സ് എവ്രിതിങ് ടുഗെദർ, നമ്മളുടെ നന്മയ്ക്കായി അതിനെ കൊണ്ടുവരും. നമ്മളെപ്പോഴും കൂടുതലും കേൾക്കുന്ന യേശു ഉണ്ടോ ഇല്ലയോ,
ഞാൻ ഈ കൊച്ചിലെ തൊട്ട് നമ്മൾ ഇതിനകത്ത് ഈ ഫെയ്ത്തിനകത്തും ഒക്കെ നിന്നത് കൊണ്ടാന്ന് തോന്നുന്നു, ഈ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും പെട്ടെന്നറിയാതെ വലിയ ഉദ്ദേശത്തിലോ ഇതിലോ ഒന്നുമല്ല, കൊച്ചിലെ തൊട്ട് യേശുവെ എന്ന് വിളിക്കും. എനിക്ക് യേശു ആലോചിച്ചോണ്ടിരിക്കുന്ന ആ ഒരു വിളിക്ക് വേണ്ടിയാ. നമ്മൾ ഈ യേശു ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ യേശുവിനെ അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ആദ്യം നോക്കണ്ടേ. എത്ര പേര് ദൈവം ഉണ്ടെങ്കിൽ പ്രൂവ്, ഞാൻ കൂടുതലും ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന കേൾക്കുന്ന, ദൈവം ഉണ്ടെ പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ. ഈ ലോകത്തെ സൃഷ്ടിച്ചവന് അവൻ എന്നെ വന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എവിടെ ഞാൻ ആഗ്രഹിക്കുന്നു, എവിടെ ഞാൻ അവനെ സീക്ക് ചെയ്യുന്നു, ഹീസ് റെഡി. ഞാൻ ആലോചിച്ച ഞാൻ പോയ വഴികളും ചെയ്ത കാര്യങ്ങളിലും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു ഒന്നുമില്ല. അവിടെയും യേശുവെ എന്ന് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നിന്നതുകൊണ്ട് വിളിച്ച കേട്ടോ. വലിയ ആ സമയത്ത് വലിയ പ്രാർത്ഥന ഉള്ളത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. കൊച്ചിലെ തൊട്ട് ഈ ഫെയ്ത്തിനകത്ത് നിന്നതുകൊണ്ട് ചുമ്മാ കയറി വിളിച്ചതാ യേശുവെ എന്ന്. എനിക്കുന്ന ആ സമയത്തും ഞാൻ എൻ്റെ മുമ്പിൽ അത്ഭുതം കണ്ടിട്ടുണ്ട്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കാനോ ആകല്ലെന്നല്ല, പെർഫെക്റ്റ് ആയിട്ടിരിക്കുമ്പോഴും ഒന്നുമില്ല. എത്ര പേര് നമ്മൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ യേശുവിനെ സീക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും, എൻ്റെ കണ്ണുകളെക്കാട്ടിലും എല്ലാത്തിനേക്കാട്ടിലും ഞാൻ ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ അത്രയും ചെയ്തെങ്കിൽ ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ബാക്കി എന്തിനേക്കാട്ടിലും ഞാൻ യേശുവിനെ വാല്യൂ ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഇത്ര അധികമായിരിക്കും. എൻ്റെ പ്രസൻസും യേശുവിൻ്റെ പ്രസൻസും ഒന്നാകുന്നിടത്ത് പിന്നെ ആ ലൈഫ് എന്നാ പറയാ, ഒരു ട്രെയിനെ കയറിയിരുന്ന് കൊടുക്കുന്നത് പോലെയാ. പിന്നെ വളവുണ്ട്, തിരിവുണ്ട്, പക്ഷെ ഞാനൊന്നും അറിയേണ്ട കാര്യമില്ല, അത് പൊക്കോളും. അല്ലേ? ആ പാട്ടൊന്ന് പാടിക്കേ.
ജെറിന് ഇങ്ങനെ ഓർഗനൊക്കെ വായിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എപ്പോഴും ഇവരോടും വീട്ടിലും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ജെറിനെ കണ്ടാലും ജെറിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാലും ഓർഗൻ വായിക്കുന്ന ആളാണെന്നും സ്കെയിലിനെ പറ്റി പോലൊരു വിവരമുള്ള ആളാണെന്ന് പോലും ആർക്കും തോന്നത്തില്ല. കാര്യം ജെറിൻ്റെ സംസാര രീതിയൊക്കെ മാത്രമല്ല ഒരു വിവരമുള്ള അപ്പം കാര്യം ജെറിൻ്റെ ഇടപെടൽ രീതിയും ജെറിൻ്റെ ബിസിനസ്സും എല്ലാം വേറെ ഒരു സെഗ്മെൻറ്റാണ്. ഇത്ര കലാബോധമൊക്കെ ഉണ്ടെന്നൊന്നും പക്ഷെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും അവിടെ നമ്മൾ യൂത്ത് ചർച്ച് തുടങ്ങിയപ്പം ആദ്യം നമ്മൾ പാഡും ഒരു ഓർഗനും മാത്രമുള്ളല്ലേ, അവിടെ നിന്ന് കർത്താവ് ഓരോരുത്തരെ കൂടി ചേർക്കുമായിരുന്നു. അത് എനിക്ക് ഏറ്റവും അത്ഭുതം, ജെറിൻ ഓർഗൻ വായിക്കുമെന്നോ ജെറിൻ ഓർഗൻ വായിക്കാൻ താല്പര്യമുണ്ടെന്നോ വായിക്കുമെന്ന് എനിക്ക് നമ്മളന്ന് ചെന്നൈ വെച്ച് കണ്ട ഒരു ഓർമ്മയിൽ എനിക്കറിയായിരുന്നു. പക്ഷേ വായിക്കാൻ താല്പര്യമുണ്ടെന്നൊന്നും. പക്ഷെ ഇന്ന് ഞാനങ്ങ് പറയുവാണ്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബാൻഡാക്കി കർത്താവ് നമ്മളെ നിർത്തുമ്പം, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബാൻഡാക്കി കർത്താവ് നമ്മളെ TNT-നെ നിർത്തുമ്പം എന്തുകൊണ്ടാണ്, എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്നും ഒരു വാക്കിലാക്കണ്ട, ഇച്ചിരി വാക്കുകളിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോനു സച്ചിനും നമ്മൾ ചെന്നൈയിൽ വെച്ചാണ് കാണുന്നത്. അപ്പം ഞാൻ ഞായറാഴ്ച വരും, പരിപാടി ആശീർവാദം കഴിയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോരും. ഞാൻ എൻ്റെ പ്രൊഫൈല് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം ആത്മീയമായിട്ട് നോക്കുമ്പോൾ ഞാൻ കള്ളത്തരം പറയുന്നുമില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹുണ്ടായുടെ പ്രൊഡക്ഷൻ പ്ലാന്റിലാണ് എന്നാ പറയുന്നത്. ഓർക്കുന്നുണ്ടോ? ഞങ്ങളൊരു ദിവസം രാവിലെ ഇപ്പം ഞങ്ങൾ ചെന്നൈ വെച്ച് ചർച്ച ചെല്ലുന്നത് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ്. ഞങ്ങളൊരു ദിവസം ഒരേപോലെയായിരുന്നു, ലേറ്റ് ആയിട്ട് ചെല്ലും, ആദ്യം പോവും. ഒരു ദിവസം ചെല്ലുമ്പം ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഞങ്ങൾ പോലും സ്റ്റേജിൽ കയറാറില്ല, ഞങ്ങളത് കേട്ട് മാറി നിൽക്കുക. ഞങ്ങൾ നോക്കുമ്പോൾ ജെറിൻ സ്റ്റേജിൽ ഓർഗൻ വായിക്കുന്നു, മൈക്കൊക്കെ ഉണ്ട്, ഞെട്ടിപ്പോയി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെ അടുക്കൽ ഞാൻ ഞായറാഴ്ച ആരാണിക്ക് പോയെന്ന് പറഞ്ഞിട്ട് മമ്മി വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ ശരിക്കും ഇവരുടെ അടുക്കൽ പറയുന്ന സമയത്തും ഹുണ്ടായുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് എന്നേ പറയുന്നുള്ളൂ. ഈ ഹുണ്ടായുടെ ഫൈബർ പാർട്സ് ഉണ്ടാക്കുന്ന ഏതോ ഒരു ലോക്കൽ കമ്പനിയാണ്. ഞാൻ നോക്കുമ്പോഴത്തേന് കള്ളമൊന്നും പറയുന്നില്ല, ഹുണ്ടായുടെ പ്രൊഡക്ഷനാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഒരു ദിവസം റോണി ബ്രദർ വർഷിപ്പിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, സൗണ്ടിന് ബിസിനസ് താല്പര്യമുണ്ടോ? ഞാൻ അപ്പോൾ പെട്ടെന്ന് ഐസായിപ്പോയി. അപ്പോൾ പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും ഇല്ലാതെ നിൽക്കുന്നത് ഞാൻ. അല്ല, ഇത് നിൽക്കുമ്പോഴല്ലേ മറ്റേ എഞ്ചിനീയറിംഗ് സപ്ലൈ അടിച്ച്. അതെ, ഫുള്ള് സപ്ലൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവും ഇല്ലാതെ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നേരെ ചെന്നൈക്ക് പോയത്. അപ്പം ചെന്നൈയിൽ എവിടെയോ, ഇപ്പം സച്ചിൻ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കരം സ്പിരിച്വലി നിൽക്കുന്നെന്നുള്ളതല്ല, പക്ഷേ എവിടെയോ നമ്മുടെ ഒരു മൊമെൻറ്റിൽ നമ്മൾ യേശുവെന്ന് വിളിക്കാനുള്ള അറിവ് പണ്ട് തൊട്ടേ നമ്മൾ ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് അറിയാം. കാര്യം കൂട്ടുകാരുടെ അടുക്ക നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പുറകോട്ട് വലിഞ്ഞിട്ടുണ്ട്. കർത്താവിനെ സാക്ഷീകരിക്കാൻ അത്ര എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു 8ാം ക്ലാസ് പ്രായം തൊട്ട് നമുക്കൊരു നാണക്കേടാ. അതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ എന്നാലും നമ്മുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവേന്ന് ഉള്ള ഒരു വിളി നമ്മുടെ ഉള്ളിൽ പലപ്പോഴും വരും. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് റോണി ബ്രദർ എൻ്റെ അടുക്കൽ വന്നിട്ട്, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 ഇൻറ്റൻഷനാണ് ഉള്ളത്. ഒന്ന്, ഞാനൊരു തീരുമാനം എടുത്ത്, എന്നെ അലമ്പിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചർച്ച് മീറ്റിങ്ങിന് പോകണം. ഞാൻ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കുഗ്രാമത്തിൽ, ശ്രീപെരുമ്പുത്തൂർ എന്ന് പറയുന്ന കുഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവിടുന്ന് റോഡിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു 2 കിലോമീറ്റർ നടക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ വല്ല കാളവണ്ടി രാവിലെ വരും, അതിൽ ലിഫ്റ്റിൽ കയറി റോഡിൽ വന്നിട്ട് റോഡിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മെയിൻ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് താമ്പരം എത്തണം. അപ്പോഴാണ് ഇച്ചിരി ഒരു എന്നാലും നിങ്ങളെ ചെറിയൊരു പച്ചപ്പ്. അവിടുന്ന് വീണ്ടും ട്രെയിൻ കയറിയിട്ട് എനിക്ക് തോന്നുന്നു 3/4 മണിക്കൂറോളം, പിന്നെ 1 മണിക്കൂറോളം ട്രെയിനിലിരുന്നിട്ട് വേണം നമ്മുടെ ചർച്ചിൻ്റെ മീറ്റിംഗ് നടക്കുന്നിടത്ത് എത്താൻ. അവിടുന്ന് വീണ്ടും 1.5 കിലോമീറ്റർ നടക്കണം. അപ്പം ഇത്രയും
ഞാൻ കർത്താവിന് വേണ്ടി ആകെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വില കൊടുത്ത് വന്നിരിക്കുന്ന ആ ഒരു സംഭവത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് റോണി ബ്രദർ പറഞ്ഞു, സഹോദര ബിസിനസ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യും, അത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരും. ഞാൻ ആമേൻ പറഞ്ഞു. പക്ഷേ ഗ്രാജുവലി മെല്ലെ 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 വിത്തൗട്ട് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് കർത്താവ് ഓരോരോ വഴികൾ ഓപ്പൺ ചെയ്തു വന്നു. കർത്താവ് ഓരോ വഴി തുറക്കുമ്പോഴത്തേക്കിന് ശരിക്കും ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥന ഉള്ളൂ, ഞാൻ ഒത്തിരി ഡിസിഷൻ എടുക്കും. കാര്യം നമ്മുടെ ഈ ഫീൽഡ് ബിസിനസ്സുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പല റോങ് ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഫുൾ റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും. പക്ഷെ ഞാൻ ഇപ്പം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മാനുഷികമായിട്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വർഗീയമായിട്ടുള്ള അറ്റസ്റ്റേഷൻ. നമ്മൾ മാനുഷികമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ മാനുഷികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വാർത്ഥതയാണ്. പക്ഷേ അത് സ്വർഗീയമായിട്ടുള്ള അറ്റസ്റ്റേഷൻ വരുമ്പം അതിപ്പം നടന്നില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പല സ്റ്റെപ്പുകൾ ഈ ഇടയ്ക്കെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അതിൽ കർത്താവ് ഒരു ഹോൾഡ് ഇടുന്നുണ്ട്. അത് കർത്താവിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നടക്കും. ഇപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് വലിയൊരു ആക്സിഡൻ്റ്. ഞാൻ ബെന്നൊക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇത്രയും ഭാഗത്ത് അരയിൽ ഇത്രയും വണ്ടി ടോട്ടൽ ലോസാണ്. അത് അവിടെ വണ്ടി കണ്ടിട്ട് ടാറ്റയുടെ ഷോറൂമിൽ കണ്ടിട്ട് ഈ ഒരു വണ്ടി ഇത്രയും കണ്ടീഷനിൽ ഇടിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ ജീവനോടെ ഇരിക്കും എന്നുള്ളതിന് അവർ പറഞ്ഞത് ഇതന്നെ ഒരു ഇതായിപ്പോയി. കാര്യം അതുപോലെ ഫുള്ള് തകർന്നു പോയി. അപ്പം ഈ 2 ഹിപ്പും എൻ്റെ അത് പൊടിഞ്ഞു പോയി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വീട്ടിലിരുന്നിട്ടുള്ളൊരു മനുഷ്യനല്ല. ആ അവസ്ഥയിൽ ഏകദേശം 3 മാസത്തോളം ഞാൻ കട്ടിലേൽ ഒരൊറ്റ കിടപ്പ്, 6 കിലോ വെയിറ്റ് 2 കാലയിലും ഇട്ടിട്ട് നേരെ മുകളിലോട്ട് നോക്കി ഒറ്റ കിടപ്പ്. ഞാൻ അല്ലാതെ അനങ്ങുന്നോ കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ, ഈവൻ ബാത്റൂമിൽ പോകുന്നവരെ കട്ടിൽ ബെഡ് പാൻ വെച്ചിട്ടാണ്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെന്നിത്തെറിച്ച് നടന്നിടത്ത് നിന്ന് പൂട്ടിയിട്ടിട്ട് ഈ ഒരു സിറ്റുവേഷനിലോട്ട് വരുമെന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ക്ലിയർ ആകാൻ വേണ്ടി ഇരിക്കുക. ഈ ആക്സിഡന്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ചേട്ടൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങി, അതെ, അത്യാവശ്യം സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം പെട്ടെന്ന് ഈ സ്റ്റോപ്പ് വരുമായിരുന്നു. അതെ. പക്ഷെ വേറെ സംഭവം ഞാൻ ഓർത്തത്, ഞാൻ അതിന് മുമ്പ് വരാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇത് ഞാൻ ഓടിയില്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഓടത്തില്ല, ഞാനില്ലെന്നുണ്ടെങ്കിൽ ഇത് തീർന്നു, എൻ്റെ ചിന്താഗതികളാണ്. പക്ഷെ ഞാൻ കട്ടിൽ കിടന്ന സമയത്തും നമ്മുടെ സഹോദരങ്ങൾ വരുന്നു. ഇപ്പോൾ എതുവൊക്കെ ആയിരുന്നു അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അവർ വരുന്നു, ഇന്നടത്ത് കൊല്ലത്തെ പരിപാടി, വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. കർത്താവ് ഇത് ഓടിച്ചുകൊണ്ടായിരുന്നേ. നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കർത്താവ് ഉണ്ടാക്കിയിട്ടില്ല. അതിനുശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു ടോട്ടൽ ഏകദേശം 250 സ്റ്റിച്ചുണ്ട് എൻ്റെ ദേഹത്ത്. 250 സ്റ്റിച്ചോളം ഉണ്ട്. ഡോക്ടർമാർ പറഞ്ഞു ഉടനെ ഒന്നും എണീക്കത്തില്ല, പാരലൈസ്ഡ് കിടക്കും എന്ന് പറഞ്ഞു. എണീറ്റ് കഴിഞ്ഞാലും എന്നെ ആരുടെയും സഹായം ഇല്ലാതെ നടക്കാനൊന്നും പറ്റില്ല. എന്നെ ഒത്തിരി നെഗറ്റീവ്സാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കറക്റ്റ് ഏകദേശം 4 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ എണീറ്റ് സൈറ്റിൽ ചെന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ എന്നെ നോക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരുടെ അടുക്കൽ ഞാൻ ഭയങ്കരമായിട്ട് വചനമൊന്നും എനിക്കറിയത്തില്ലേലും ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമാണ്, നമ്മൾ ഇതിനുള്ളിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്നാ ഈ പശുവിനെ മറ്റേ കയറെ കെട്ടി വിട്ടിട്ട് ഓടിക്കുന്ന, അപ്പോൾ അവൻ്റെ ചുറ്റുപാട്ട് അവൻ നോക്കുമ്പോഴത്തേക്കിനും അങ്ങ് ഓടാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഈ കയറ് കെട്ടാ കിടക്കുന്നത്, ഇത് ചുറ്റി 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 വീണ്ടും സെൻറ്ററിൽ വരും. ഇന്നിപ്പം നിൽക്കുമ്പം ബിസിനസ് കർത്താവ് അനുഗ്രഹിച്ചു. അതെ അതെ, തീർച്ചയായിട്ടും. വളരെ താഴെ നോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തുടങ്ങി പ്രീമിയം കല്യാണങ്ങളും എല്ലാം നടത്തുന്ന ഇവന്റ് മാനേജ്മെന്റ്. അതെ, ഒത്തിരി കാര്യങ്ങളിൽ ബ്രാഞ്ച് ഔട്ട് ചെയ്യാനായിട്ട് കർത്താവ് ഐഡിയാസ് വന്നു. അപ്പം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെയിലൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങണമെന്നും എന്താണ് ജീവിതം കൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നവർക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി കർത്താവ് അനുഗ്രഹിച്ചു. അല്ലെ, സീറോ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, വിദ്യാഭ്യാസം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിവില്ലായ്മ കൊണ്ട് വിദ്യാഭ്യാസം ഇല്ലാതായി പോയതല്ല, കഴിവ് കൂടിയത് കൊണ്ട് അലമ്പിയത് കാരണം വിദ്യാഭ്യാസം ഇല്ലാതെ ഫുൾ അതും ഡ്രോപ്പ് ഔട്ടായി. എൻജിനീയറിങ് അത് ഫുൾ അലമ്പായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് എന്ത് സ്റ്റെപ്പ് കർത്താവ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സംഭവം. നമ്മൾ അകത്തിരുന്നിട്ട് കർത്താവ് എനിക്ക് വേണ്ടി ഒന്നും തുറക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ധൈര്യത്തോടുകൂടി സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അത് കർത്താവിൻ്റെ രീതിയിൽ അതിനെ കൊണ്ടുപോകും. ആമേൻ, ആമേൻ, ആമേൻ. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, അങ്ങേ പോലാരുമില്ലേ. എന്നെ ചേർക്കുവാനായി വീണ്ടും വരുന്നെന്നേശു, കോടി ദൂതരുമായി വാനിൽ വരുന്നിതായേശു. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, എന്നെ ചേർക്കുവാനായി വീണ്ടും വരുന്നെന്നേശു, കോടി ദൂതരുമായി വാനിൽ വരുന്നിതായേശു. ഓ എല്ലാ നാളും ഇനി എല്ലാ നാളിലും നീ എൻ സ്വന്തം, നീ എൻ സ്വന്തം. മരണനിഴലിൻ താഴ്വരയിൽ നീ എൻ കൂടെ, നീ എൻ കൂടെ. രക്ഷിപ്പാൻ ചുടുചോര ചീന്തി എന്നേശു, വഴിയൊന്നെനിക്കേകി നീ തിരുമാറിലൂടെ. ഉള്ളം നിറയുന്ന ചങ്കു പിളരുന്ന നന്ദി കൊണ്ടെൻ ചേർന്ന. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, എന്നെ ചേർക്കുവാനായി വീണ്ടും വരുന്നെന്നേശു, കോടി ദൂതരുമായി വാനിൽ വരുന്നിതായേശു. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, എന്നെ ചേർക്കുവാനായി വീണ്ടും വരുന്നെന്നേശു, കോടി ദൂതരുമായി വാനിൽ വരുന്നിതായേശു. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, അങ്ങേ പോൽ മറ്റാരുമില്ല. നീ എന്നുള്ളിൽ വന്ന നാളിൽ ഞാനൊന്നാകെ മാറിപ്പോയി. കള്ളന്മാരുടെ കൂടെ തൂക്കി കല്ലൻ ഗുഹയിൽ കാവൽ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ അവനെ തിരികെ എടുത്തൻ ജീവനുമായി പാതാളത്തിൻ അറയിൽ ചെന്ന് മരണത്തിൻ അധികാരത്തെ എന്നേക്കും ഇല്ലാതാക്കി. ഓ മൂന്നാം നാളിൽ ഉയർത്തെണീറ്റ് എന്നോട് ഉള്ളിൽ വാസവുമാക്കി. മരണമേ നിൻ ജയം എവിടെ, പാതാളത്തിൻ വിഷമുള്ളവിടെ. കർത്താവായ യേശുവിനാലെ എന്നേക്കും ജയം, 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 ജയം. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, എന്നെ ചേർക്കുവാനായി വീണ്ടും വരുന്നെന്നേശു, കോടി ദൂതരുമായി വാനിൽ വരുന്നിതായേശു. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, എന്നെ ചേർക്കുവാനായി വീണ്ടും വരുന്നിതായേശു, കോടി ദൂതരുമായി വാനിൽ വരുന്നിതായേശു. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, എന്നെ ചേർക്കുവാനായി വാനിൽ വരുന്നിതായേശു, കോടി ദൂതരുമായി വാനിൽ വരുന്നിതായേശു. ഞാൻ ഈ പാട്ടൊക്കെ എഴുതുമ്പം സത്യം പറയാലോ, ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് എഴുതിയതാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് ഈ
പാട്ട് വലിയ പ്രതീക്ഷയോടെ ഞാൻ എഴുതി. ഭയങ്കര സംഭവമാണ്. ഞാൻ തന്നെ നമ്മളെഴുതിയ പാട്ടാണല്ലോ, വലിയ സംഭവമാണെന്നോർത്ത് 2-3 പേരെ കൊണ്ട് കേൾപ്പിച്ചു. അവരുടെ തിരിച്ചുള്ള ഫീഡ്ബാക്ക് കേട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ മിനിമം ഒരു 4 വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാട്ട് എഴുതിയത്. അതുപോലെ വെറുത്തുപോയി. പക്ഷെ കർത്താവിൻ്റെ ഒരു രീതി എന്നാണ്, കർത്താവിൻ്റെ രീതി എന്നല്ല, നമ്മളെ പല കാര്യങ്ങളും മനുഷ്യൻ്റെ വാക്ക് കേൾക്കുന്നതിനപ്പുറം എൻ്റെ പാട്ട് എങ്ങനെയും ആയിക്കോട്ടെ ഞാനതങ്ങ് പാടുക, അടുത്ത പാട്ടും എഴുതുക. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തെ തൊടുന്ന ഭൂമിയെയും ഒരുപോലെ തൊടുന്ന പാട്ടുകൾ എന്നെ കേൾക്കുന്നവരുടെ വായുകളിൽ നിന്ന് കർത്താവ് ഈ ദിവസങ്ങളിൽ തരും. ഈ പാട്ട് എഴുതിയതും ഞാൻ പാട്ട് എഴുതാൻ വേണ്ടി എഴുതിയതല്ല, ഒന്നുമല്ല. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ എങ്ങോട്ടോ യാത്ര ചെയ്യുക, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് വണ്ടിക്കകത്ത് അഭിഷേകം. അതാ ഇപ്പം ഈ നീ വേണം നീ വേണം നീ വേണം നീ വേണം ഈ പാട്ട് പാടുമ്പോൾ നമ്മളെ അറിയാതെ നമ്മൾ യേശുവിനെ കൂടെ നിപ്പുണ്ടെന്നും യേശുവെ നിന്നെ എനിക്ക് വേണം പറഞ്ഞു പോവല്ലോ എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. യേശുവെ നന്ദി, എന്തിനാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പക്ഷേ ഞാൻ ഇന്ന് ഒരു വണ്ടിയിലിരിക്കുമ്പോഴും എനിക്ക് ശ്വസിക്കാൻ ശ്വാസമുള്ളപ്പോഴും പിതാവേ എല്ലാം നിൻ്റെ കൃപ മാത്രമാണ് ഞാൻ പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതാ കേൾക്കുന്നത്, നീ എൻ ദൈവം നീ എൻ സ്വന്തം, എന്നെ ചേർക്കുവാനൊക്കെ പിന്നെ വന്നതാ. അപ്പം ഞാൻ ഈ നീ എൻ ദൈവം ഇതിങ്ങനെ നീ എൻ ദൈവം നീ എൻ സ്വന്തം എന്നിങ്ങനെ പിന്നെ കേട്ടോണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ നന്ദി പറയുമ്പം ഇപ്പം ചെറും പറഞ്ഞ പോലെ അതേ താമ്പരത്ത് അത് അത്രയും പട്ടിക്കാടല്ലെങ്കിലും ഒരു ഇച്ചിരൂടെ ഭേദമുള്ളൊരു പട്ടിക്കാട്. ചെന്നൈ, നമ്മളിവിടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ചെന്നൈ പഠിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പം ഇവിടെ ഉള്ളവന്മാരുടെയൊക്കെ വിചാരം അവനും രക്ഷപ്പെട്ടു. അവിടെ ചെല്ലുന്ന ഞങ്ങൾക്കറിയാം, രാവിലെ കുളിക്കണേലോ ബാത്റൂമിൽ പോണേലോ എന്നാ ചെയ്യണമെങ്കിലും ഈ നമ്മളെ സിനിമയിലൊക്കെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. കുടങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വെക്കുമല്ലോ, എന്നിട്ട് ആൻറ്റിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നൊക്കെ. ഞങ്ങൾ വീട്ടിൽ വേറെ ചേച്ചിമാർ ഒറ്റ പൈപ്പുണ്ട്, കോമൺ പൈപ്പ്. ബാത്റൂമിലെല്ലാം പൈപ്പുണ്ട്, പക്ഷെ അതിന് തോന്നുമ്പോഴേ വെള്ളം വരത്തുള്ളൂ, വെള്ളമില്ലെന്ന്. അപ്പം രാവിലെ ഞങ്ങളും ഈ ചേച്ചിമാരുമായിട്ട് വഴക്കാ. കുടം ഞങ്ങളാണ് ആദ്യം വെച്ചത്, എന്നിട്ട് വലിയ കാര്യത്തിൽ പൈപ്പ് തുറക്കുമ്പം തുള്ളിയായിട്ട് ഇറ്റിറ്റായി ഇത് കിട്ടി നിറഞ്ഞിട്ട് വേണം അവിടെ ഉള്ളവർക്ക് പോകണം. ഇപ്പം നാട്ടിലിരിക്കുന്നതിൻ്റെ വിചാരമോ അവൻ ചെന്നൈ പോയി, അവൻ്റെ രക്ഷപ്പെട്ട് നാട്ടിൽ നിൽക്കണ്ടല്ലോ. ഞങ്ങളെയൊക്കെ പട്ടിക്കാടാണ് ചെറു. ഞങ്ങൾക്ക് ഫാനും AC ഒക്കെ ഉണ്ടായിരുന്നു, ചെറിന് ഫാൻ പോലും. അപ്പം അവിടെ നിന്നപ്പോഴും പക്ഷെ ഇതൊന്നും ഒരു ഭാരവോ സങ്കടമൊന്നും അല്ല കേട്ടോ. അതിനകത്ത് ഇങ്ങനെ വൈബ് ചെയ്തങ്ങ് പോവാ, ഇങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ തല്ലി പോവാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, അന്നേരം വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം അന്ന് ബൈക്കാണ്, അന്നേരം നാട്ടിൽ അപ്പ എന്നും ബൈക്ക് സമ്മതിക്കത്തേ ഇല്ല. അപ്പം അവിടെ ബൈക്ക് കിട്ടിയതിൻ്റെ ഒരു പ്രത്യേകതരം സന്തോഷമുണ്ട്. അപ്പം കോളേജ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നൊരു കാര്യം ചെയ്യാനുണ്ട്, പെട്ടെന്ന് പോവാ, ധൃതിയാ. അപ്പം വണ്ടി എടുക്കുന്ന ഞാൻ ഓർമ്മയുണ്ട്, ഒരു സിഗ്നൽ ഗ്രീനായി, ഞാനാ ഫസ്റ്റ് കയറി പോകുന്നത്. ഞാൻ കയറി ഒരു 80 എത്തിയപ്പോഴത്തേക്ക് എവിടുന്നോ ഒരു അച്ചായൻ ഒരു സൈക്കിളുമായിട്ട് 4 വഴി പാതയുടെ നടുക്കോട്ട് വരിക, ഒരു ലക്കും ഇല്ലാതെ. അപ്പം വണ്ടിയെല്ലാം സ്പീഡിൽ വരിക. എൻ്റെ ബൈക്ക് ഞാൻ എങ്ങനെയോ വെട്ടിച്ച് ഈ പുള്ളിയുടെ പുറകെ പോയി എൻ്റെ ഹാൻഡിൽ കൊണ്ട് വീണു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൈ അന്ന് വലിയൊരു വാച്ചായിട്ടിരുന്നത്, ഇത് വന്നിങ്ങനെ റോഡിനിട്ട് ഇടിക്കുന്ന മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മിനിമം ഒരു 10 മീറ്ററിൽ ഞാൻ തെന്നി
ഞാൻ പോയി കിടക്കുന്നത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ലോറിയുടെ വീലിൻ്റെ അവിടെയാണ്. ഇതേ തെന്നല് ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് തെന്നിയ വണ്ടിക്കടിയില 100%. ഗവൺമെൻറ് ബസ്, വണ്ടികൾ, ഈ സിഗ്നൽ കഴിയുമ്പോഴത്തെ ഒരു ധൃതി അറിയാലോ, പോയ വണ്ടിക്കടിയില 100%. അവിടെ നിന്ന് കർത്താവ് ഉള്ളം കരങ്ങളിൽ കാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ കാത്ത് റൂമിൽ എത്തി. റൂമിലെത്തുമ്പോഴത്തേക്കാണ് ദേഹം മൊത്തം തൊലി പോയേക്കുവാണ്. അനങ്ങാൻ മേല. ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഒന്നും ഇട്ടിട്ടില്ലേലും സാധനം നോക്കി ഇങ്ങനെ കിടക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അലമ്പ് ചെയ്യണേ പോലും കൂട്ടുകാരുടെ സഹായത്തോടെ അലമ്പാൻ പറ്റത്തുള്ളെന്നുള്ളൊരവസ്ഥയിൽ കഥ മൊത്തം പറഞ്ഞാലുണ്ടല്ലോ ശരിയാകുന്നില്ല. അപ്പം ഒന്നും നടക്കുന്നില്ല. കോളേജിൽ എക്സാം നടക്കുന്നു, വീട്ടിൽ കിടക്കുക. പക്ഷെ അവിടെ എല്ലാം കർത്താവ് അത്ഭുതകരമായി നടത്തിയ വഴികൾ. വേറെ ചില സാഹചര്യങ്ങളിൽ തല്ല് എരന്ന് വാങ്ങിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോക്കൽസിനായിട്ട് കയറി വഴക്കുണ്ടാക്കി. അപ്പം ഇന്നായിരിക്കുമ്പം എനിക്കൊരു കാര്യം നല്ലപോലെ അറിയാം. ഈ മുമ്പേ പറഞ്ഞ പോലെ പശുവിനെ കയറ് കെട്ടി ഓടാൻ വിട്ടേക്കുക. ഓടി 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 തിരിച്ച് നടുക്ക് തന്നെ എത്തും. എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിരിക്കുന്നതും ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നതും വിശ്വസിക്കാൻ പറ്റുന്നതും എല്ലാം നോർത്തപ്പോഴാ നീ എൻ ദൈവം, നീ എൻ സ്വന്തം, ഈ പാട്ടിങ്ങനെ നിൽക്കുന്നത്. അപ്പം ശരിക്കും ഈ പ്രായത്തിനിടയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ PhD എടുത്ത് കഴിഞ്ഞു. അതാ ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാൻ കയറുമ്പോൾ ഞാൻ പറയുന്നത്, ഞാനിവിടെ നിൽക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, യേശുവിന് അത്ര അധികം സ്നേഹമുള്ളതുകൊണ്ട് മാത്രം, ആ കൃപയുള്ളതുകൊണ്ട് മാത്രം. അല്ലേ, നമുക്കറിയാം നമ്മൾ എങ്ങനെയുള്ളതായിരുന്നെന്ന്. അതാ മുൻകൂറൊക്കെ പറഞ്ഞേക്കുവാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് യേശുവിൻ്റെ കൃപയാല. ഇവിടെ എല്ലാവരും നമ്മളെല്ലാം നിൽക്കുന്നത് യേശുവിൻ്റെ കൃപയാല. യേശു ഒരാളെ സ്നേഹിച്ചാൽ അതാന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും. അല്ല, ശരിക്കും നമ്മളൊരാളെ വിലയിരുത്തുന്ന രീതിയിലായിരുന്നു കർത്താവ് വിലയിരുത്തിയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഈ പരിസരത്ത് പോലും നിൽക്കത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഞാൻ തന്നെ എന്നെ അനലൈസ് ചെയ്തിട്ട് എനിക്കൊരു ക്രെഡിറ്റ് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുക, കർത്താവ് ഏത് രീതിയിലാണ് വിലയിടുന്നത്. നമുക്ക് ചില ഇഷ്ടമില്ലാത്ത ആൾക്കാരെയൊക്കെ ഇവൻ നാളെ തീറിയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് അറിയാതെ ഇവനങ്ങ് പൊങ്ങിപ്പോവും. നമുക്കൊരു അസൂയയും ഒരു പിണക്കവും എന്ന് പറയുന്ന പോലെ നമ്മളെ കാണുമ്പോഴും ഇവനൊക്കെ തോന്നിയാസം കാണിച്ചിട്ട് എന്തിനാ ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നിടത്ത് എനിക്കവിടെയും എൻ്റെ പൊന്നു പിതാവേ, നാളെ ഞാൻ ഇവിടെ നിൽക്കേണ്ടതല്ലെങ്കിൽ കർത്താവെ നീ നിർത്തരുത് തന്നെ. എൻ്റെ മെയിൻ പ്രാർത്ഥന ഏതാ? മറ്റേ ഗമാലിയേൽ പറയുന്ന പോലെ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഇത് നിലനിൽക്കും. ശിഷ്യന്മാരെ എന്നേക്കുമായി തീർത്തേക്കാം, അവരുടെ ശബ്ദം അടച്ചേക്കാം എന്ന് എല്ലാവരും കൂടെ വഴക്കുണ്ടാക്കുമ്പം ഗമാലിയേൽ എഴുന്നേറ്റ് പറയുന്നതാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഇത് നിലനിൽക്കും, അല്ലെങ്കിൽ ഇത് നിലനിൽക്കത്തില്ല. അപ്പം ഞാൻ ഓരോ തവണ ശുശ്രൂഷിക്കുമ്പം ഞാൻ പേടിയോടെ ചെയ്യുന്നത്. കാര്യം എനിക്ക് തെറ്റിനിയും പറ്റാം, എനിക്ക് ഇനിയും വീഴ്ച ഉണ്ടാകാം. പക്ഷേ എൻ്റെ ഉറപ്പ് കർത്താവ് എന്നെ വീണ്ടെടുത്തതാണെങ്കിൽ അവൻ എന്നെ തട്ടാനോ വീഴാനോ മറിയാനോ സമ്മതിക്കത്തില്ല. അവൻ്റെ കൃപയാൽ അവൻ എന്നെ നടത്തും. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ, ആ ഗമാലിയേൽ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് നിൽക്കേണ്ടത് നിൻ്റെ തീരുമാനമാണെങ്കിൽ എന്നെ നിർത്തണം, അല്ലെങ്കിൽ പിതാവെ എങ്ങനെയും എന്നെ ഇറക്കണം. കാര്യം അതാണ് എനിക്ക് നല്ലത്. പിതാവിൻ്റെ ഹിതത്തിലല്ലാതെ ഒരു നിമിഷം പോലും ശുശ്രൂഷിക്കണ്ട എന്നുള്ള കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നത്. നമുക്കറിയാം നമ്മളെ കൊണ്ട് പറ്റുകയില്ല, നമ്മളെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം, അപ്പം ഈ നീയൻ ദൈവം, നീയൻ സ്നേഹം പാടിയപ്പം ഞാൻ യേശുവെ നന്ദി 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 എന്ന് പറയുമ്പം ഞാൻ ഇത് കേൾക്കുമ്പോൾ ഓർക്കും നീയൻ ദൈവം, നീയൻ സ്വന്തം എന്ന് ഞാൻ പറയുക. പക്ഷേ അതിനേക്കാൾ അപ്പുറം എന്നോട് യേശു പറയുമായിരുന്നു, ഞാനാ നിൻ്റെ ദൈവം, ഞാനാണ് നിൻ്റെ സ്വന്തം. നിൻ്റെ നന്ദി പറയാനോ നിൻ്റെ നന്ദി കേൾക്കുവാനോ വേണ്ടിയല്ല, പക്ഷെ നിന്നെ ഞാൻ സ്നേഹിച്ചു. ഞാനാണ് നിൻ്റെ ദൈവം, ഞാനാണ് നിന്നെ കൈപിടിച്ച് നടത്തുന്നത്. മനുഷ്യൻ്റെ കണ്ണിൽ നീ ശരിയല്ലെങ്കിലും, മനുഷ്യർ നിന്നെ എഴുതി തള്ളിയതാണെങ്കിലും ശരി, ഞാൻ നിൻ്റെ ദൈവമായിരിക്കാൻ ഒരുത്തനും നിൻ്റെ നേരെ കൈ ചൂണ്ടത്തില്ല.
കാര്യം കണ്ണിലെ കൃഷ്ണമണിയാണ് ഞാൻ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ എത്ര തകർന്ന അവസ്ഥയിലായിക്കോട്ടെ, മനുഷ്യൻ നിന്നെ നോക്കിയാൽ മുഖം തിരിച്ച് നടക്കുന്ന അവസ്ഥയിലായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം, ഈ പറയുന്ന ഞാൻ നിങ്ങളെ നോക്കി കുറ്റം വിധിക്കുമായിരിക്കും. ഈ പറയുന്ന ഞാൻ നിങ്ങളെക്കാൾ പെർഫെക്റ്റ് ആണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവം അവനാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. സ്നേഹത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. നിങ്ങളെപ്പോലെ മറ്റാരുമില്ല. നിങ്ങളെപ്പോലെ വേറൊരാളെ യേശു സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങളോട് യേശുവിന് പൂർണ്ണ സ്നേഹമാണ്. നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കൽ കൂടെ നമുക്ക് പാടി അടുത്ത പാട്ടുകളിലേക്കും അടുത്ത ആൾക്കാരിലേക്കും പോകാം. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, എന്നെ ചേർക്കുവാനായി വീണ്ടും വരുന്ന യേശു, എൻ കോടി ദൂതരുമായി വാനിൽ വരുന്നിതാ യേശു. നീ എൻ ദൈവം, നീ എൻ സ്വന്തം, എന്നെ ചേർക്കുവാനായി വീണ്ടും വരുന്നിതാ യേശു, കോടി ദൂതരുമായി വാനിൽ വരുന്നിതാ യേശു. ഓക്കെ, സിൽജോ പറ. സിൽജോയാണ് കൂൾ കീബോർഡിസ്റ്റ് അല്ല. ഒരു വികാരവും ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വികാരവും ചിരിക്കത്തുമില്ല, സങ്കടപ്പെടും. ശ്രമിക്കുന്നുണ്ട്, വരാത്ത പുറത്തോട്ട് വരാത്ത. ഞാൻ മനസ്സിൽ ചിരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും മുഖത്തോട്ട് വരാറില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ. ആക്ച്വലി ഞാൻ ചിരിക്കുന്നതുകൊണ്ട് ഹാപ്പിയാണ്. പക്ഷെ അത് കാണണേ, മറ്റേ ലൈവ് എടുത്ത് നോക്കിയാൽ മതി. ടാണ് അവിടെ ഉണ്ടല്ലോ, എല്ലാരും മറ്റേ കളിയാക്കി ചിരിച്ചോനെ സിൽജോ ഇങ്ങനെ. അതെ അതെ, വേറെ ആരും വായിക്കുന്ന രീതിയിലായിരിക്കും. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ സിൽജോ പറയുന്നത്, സിൽജോ ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ വെള്ളം കുടിച്ചു പോകുമെന്നാണ് സിൽജോ പറയുന്ന കാര്യം. കീബോർഡ് പ്രസൻസ് കൊണ്ടിരുന്നത് തൊട്ട് പാട്ട് പാടുന്നത് തൊട്ട് എല്ലാം സിൽജോ എന്നാണ് സിൽജോ സ്വയം അവകാശപ്പെടുന്നത്. ഏത് ഇൻസ്ട്രുമെന്റ്സും വായിക്കുന്ന ഏക കലാകാരൻ. ഇന്ന് ബേസിലാണ്, നാളെ കീബോർഡിലായിരിക്കും, നാളെ കീബോർഡിലാണ്, അതിൻ്റെ പിന്നെ ഇലക്ട്രിക് ഗിറ്റാറിലായിരിക്കും. ഇടയ്ക്ക് MD ആയിട്ട് വരും, വോക്കലായിട്ടും വരും. അതാ. ഇപ്പൊ സിൽജോ ഒന്ന് പറഞ്ഞേ, സിൽജോയെ എവിടെയായിരുന്നു ഒരു 5 വർഷം മുന്നേ? 5 വർഷം വേണ്ടല്ലോ, 3 വർഷം മുന്നേ എവിടെയായിരുന്നു? എങ്ങനെയാണ് കർത്താവ് സിൽജോന്റെ മേൽ തെരഞ്ഞെടുത്തു എന്ന് സിൽജോയ്ക്ക് മനസ്സിലായത്? ഞാനെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പേഴ്സണലി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ രോഗസൗഖ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമോ. കാര്യം ചെറുപ്പത്തിലേ ആയിരുന്നു നമ്മൾ പഠിക്കുന്ന കാലഘട്ടമോ, അങ്ങനത്തെ പ്രത്യേകിച്ച് എൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളിങ്ങനെ ചർച്ചിലൊക്കെ പോയി, അങ്ങനെ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു ചെറുപ്പം തൊട്ടേ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ അങ്ങ് ടച്ച് അങ്ങനത്തെ പ്രസൻസ് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ലെങ്കിലും ചെറുപ്പത്തിലെ ഭയങ്കര ആക്റ്റീവായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആ കോലഞ്ചേരിയിലെ ക്യാമ്പിനിടയ്ക്ക് കർത്താവിനെ ഭയങ്കരമായിട്ട് തൊട്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാ പിള്ളേരെയും തൊട്ടു, എല്ലാവരും പേഴ്സണലായിട്ട് തൊട്ടു. പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ഓക്കെ, ഇങ്ങനെ ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി സ്നേഹിക്കുന്ന, ചുമ്മാ ഒരു റിലീജിയൻ സാധാരണ സെറ്റപ്പ് അല്ലാതെ യേശു ശരിക്കും റിയലായിട്ടൊരു പേഴ്സണലായിട്ടൊരു വ്യക്തിയായിട്ട് നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഒരാളിങ്ങനെ നിൽക്കുക. അത് ഞാൻ ആദ്യമായിട്ട് ആ ക്യാമ്പിൽ വെച്ചാൽ അങ്ങനെ ഞാൻ അങ്ങ് തിരിച്ചറിയുന്നത്. അന്ന് തൊട്ട് എന്നാ ഫീൽ ചെയ്ത് എന്നാ അത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞു തരേണ്ടത്. ഇപ്പം നമുക്ക് തന്നെ ഒരു മനസ്സിലാവുമല്ലോ. അതിപ്പം അതെനിക്ക് അങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. അന്നത്തോടെ എനിക്ക് മനസ്സിലായി ഇത് കറക്റ്റ് വേയാ, ഇതാണ് കറക്റ്റ് മാർഗം. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അത് ആക്റ്റീവ് ആകാനൊക്കെ തുടങ്ങി. പിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് എനിക്ക് റൂമിൽ, ഞാൻ ലൈറ്റെല്ലാം ഓഫ് ചെയ്തായിരുന്നു പ്രാർത്ഥിച്ച്, വ്യക്തമായിട്ട് എനിക്ക് റൂമിൽ കാണാമായിരുന്നു കർത്താവ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു, പ്രസൻസ് വന്നു, ഒരു വെളിച്ചം വരുന്നത് കണ്ടു. ഞാൻ അപ്പോഴേ ആ പ്രസൻസ് കണ്ടപ്പോഴേ ഞാൻ ചേട്ടനെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞു ചേട്ടനെ അടുത്ത് വേഗം പോയി വിളിച്ചപ്പോഴത്തേനും പ്രസൻസ് ഒക്കെ പോയി, എല്ലാം പോയി. ഇതാ ചേട്ടൻ സിൽജോ ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഒരു പുതിയൊരു ആളെ പോലെ പ്രാർത്ഥിക്കാനിരിക്കുന്നു, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഒരു ഞാൻ കിടന്ന് ഉറങ്ങുക, ഓടി വന്ന് നീ കയറി പോയപ്പോ പ്രസൻസ് പോയല്ലോ. ഞാൻ ഉറക്കത്തില്ല, സിൽജോ യേശു റൂമിൽ വന്നു.
വിധത്തിൽ അവനതൊന്ന് സെറ്റ് ചെയ്തോണ്ട് സിൽജോ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്നു, ഞങ്ങളെല്ലാം നേരം ഉറങ്ങി. അപ്പോൾ ഇവ പെട്ടെന്ന് ഓടി ഇത് യേശു റൂമിൽ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ സിൽജോയ്ക്ക് ഓരോ ദിവസം എൻകൗണ്ടേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ആ ക്യാമ്പ് കഴിഞ്ഞ പിന്നെ പേഴ്സണലി വ്യത്യാസം വന്നു. ബാക്കി പറഞ്ഞേ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ തങ്കങ്ങളൊക്കെ പറയുന്നത് റിയൽ ആണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാവുന്ന രീതിയിൽ സംഭവം റിയൽ ആവുക. ഈ ബൈബിളിലൊക്കെ വായിക്കുന്ന കാര്യങ്ങളും ഈ പഴയ നിയമത്തിലൊക്കെ ആയിരുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വണ്ടറടിക്കുന്ന ഈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, പക്ഷെ അതൊക്കെ റിയൽ അല്ലേ. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ റിയലാണെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കുന്നത്. അതാ ഞാൻ അങ്ങനെ മൂന്നച്ചനോട് ഓരോ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ചോദിക്കുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ കർത്താവിനോട്ട് അടുക്കുന്നതും അങ്ങനെയാണ് ഇങ്ങനെ ആക്ട്. അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് അറിയാവോ ഇല്ല എന്നറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പല ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും പ്രവാചകന്മാരാണ്, എല്ലാവരും ശുശ്രൂഷിക്കുന്നവരാണ്, രോഗികളെ സൗഖ്യമാക്കുക ഇതൊക്കെ സാധാരണമായി ചെയ്യുന്നവരാണ്. ഇപ്പം ഇത് കാണുമ്പോൾ ഒത്തിരി പേർക്കും രമന്മാരൊക്കെ കളിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും യേശു മുറിയിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഒരു ചുമ്മാ കാര്യമല്ല. ഈ ഓർഗനൊക്കെ വായിക്കാൻ അറിയാമായിരുന്നോ? ഇല്ല അറിയത്തില്ല. ആരാ പഠിപ്പിച്ചേ? ആരും പഠിപ്പിച്ചല്ല, തന്നെ അങ്ങനെ. എനിക്കൊരു ദിവസം അങ്ങേക്കാൾ എന്നുള്ളൊരു പാട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം വീട്ടിൽ കീബോർഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത്തേലൊന്ന് വായിച്ചൊന്ന് പിടിച്ച് അങ്ങനെ ഒന്ന് പിടിക്കാൻ വേണ്ടി അങ്ങനെ പിടിച്ച് അങ്ങനെ അങ്ങ് ആയിപ്പോയത്. കർത്താവായിട്ട് പഠിപ്പിച്ചു തന്നെ. ഞാനായിട്ട് അങ്ങ് മെനക്കെട്ടുമില്ലായിരുന്നു. ഫുൾ ടീമിലുള്ള ആരും പഠിച്ചിട്ടുള്ളവരല്ല. അല്ല. ഇപ്പം അർജുനാണേലും ഞാൻ പണ്ട് കൊച്ചായിരിക്കുമ്പം ഷാവിച്ചാന്റെ സൈഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഓർക്കുന്നുണ്ട്. അർജുൻ ഇടയ്ക്ക് മറ്റേ ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ ഇടുമായിരുന്നല്ലോ. അപ്പോൾ അവിടെ പുതുപ്പള്ളിയിൽ ഈ വെള്ളത്തിൽ വണ്ടി പോകാതിരിക്കാൻ ഈ കോൺക്രീറ്റും കൊണ്ട് കെട്ടി വെക്കുന്ന മതിലുണ്ടല്ലോ. ഇതേലിരുന്ന അർജുൻ മറ്റേ എന്തോ 6'4" ഏതാണ്ട് കൊട്ടുക. ഞങ്ങളെല്ലാം ഇത് കണ്ട് അർജുനെ കളിയാക്കുന്നതൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് അർജുൻ വായിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ആരും പറയത്തില്ല പഠിക്കാത്ത ഒരുത്തനാണോ സ്റ്റെഫിനോ. അതാ ബേസ് സ്റ്റെഫിനൊന്നും അതേ അല്ല. അതൊന്നല്ല ഒന്നും മീൻസ് ഗിറ്റാർ ഒന്നും അവൻ പോയി പഠിച്ചിട്ടുള്ളതല്ല. അവൻ തന്നെ പ്ലേ ചെയ്ത് ഫ്ലൂട്ട് വായിച്ചോണ്ടിരുന്ന പയ്യനാ. ഇലക്ട്രിക് ഗിറ്റാർ വായിച്ചു. അതെ അതൊരു റെക്കോർഡിങ്. ഇത് നാളെ അവൻ എന്നെ ട്രോളി കൊല്ലും. ഇപ്പൊ അതേ ബേസ് വായിക്കുന്നു. പക്ഷെ ബേസില് എത്തിയപ്പം ആള് സെറ്റായി. യേശു ഓരോരുത്തരെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് കാര്യങ്ങളിലോട്ട് ഇടുക എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളെ ഉപയോഗിക്കാമെങ്കിൽ ഇന്ന് ഈ കാണുന്ന ആരെയും യേശുവിൽ ഉപയോഗിക്കാം. ഒരു ലീഡ് സിംഗറാ ജഡ്സൺ എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞേ. ജഡ്സന്റെ ജീവിതത്തിൽ എന്നാ കർത്താവ് തൊട്ടത്? എന്റെ കാര്യം എന്ന് വെച്ചാല് ശരിക്കും അടുപ്പിച്ചു അലമ്പിന്റെ മേളിൽ അലമ്പായിരുന്നു. എന്നായിരുന്നു അലമ്പ്? ഇവനെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല അലമ്പ് വരുന്നത്. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷെ അപ്പയും അമ്മയൊക്കെ നോക്കുമ്പം സഭയിൽ പോവും, ഭയങ്കര ആക്റ്റീവാണ്, മുന്നിലുണ്ട്, എല്ലാ കാര്യമുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല എവിടെ കിടക്കുന്നത്. കൂട്ടുകാർക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന കൂട്ടുകാർക്ക് മാത്രമേ അറിയാം ഞാൻ എന്നാണെന്നും എവിടെ ആണെന്നും. പക്ഷേ ആ സമയത്ത് എന്നെ ശരിക്കും പഠിപ്പിച്ചത് ലാസ്റ്റ് യേശു മാത്രമേ ഉള്ളൂ, ഒരാരും കാണത്തില്ല എന്നുള്ള. പഠിക്കാൻ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഇതുപോലെ ഇടയ്ക്കൊരു ആവശ്യം എന്ന് വെച്ചാൽ നല്ലൊരു സീനായി. ആ സീനായ സമയത്ത് എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ നിന്നില്ല. ആ ഏറ്റവും കൂടെ കാണുമെന്ന് പറഞ്ഞവർ പോലും എൻ്റെ പുറകിൽ നിന്ന് എന്നെ കുറ്റം പറയും. പിന്നെ അതുവഴി എനിക്ക് വേറെ രീതിയിൽ സീനുണ്ടാക്കി തരികയായിരുന്നു. അതിനെ തുടർന്ന് ഒത്തിരി നാൾ ജഡ്സൺ മുറിക്കകത്ത് തന്നെ ഇരുന്നു. അതേ തുടർന്ന് കുറേ നാളായിട്ട് ഞാൻ ആരോടും വലിയ സംസാരമില്ല, ആകെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെയാണ് യേശു ലാസ്റ്റ് ബൈക്ക് റൈഡിനൊക്കെ പോയായിരുന്നു. ബൈക്ക് റൈഡിനാണോ അതോ ട്രെയിൻ കയറി പോയോ? ട്രെയിൻ കയറി പോയതുകൊണ്ട് പിന്നെ ബൈക്ക് കുറെ അടുത്ത് ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് ചുമ്മാ മറ്റേ നാട് വിട്ടു. ഞങ്ങളവിടെ ഒരു പാറയുണ്ട്. ആ പാറയല്ല മിക്ക സമയം പോയിരിക്കുന്നു ഒറ്റപ്പെട്ട്. അപ്പൊ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ കാണും. പക്ഷെ ലാസ്റ്റ് പിന്നെ ഞാൻ തന്നെ പോയിരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു സമയത്ത് എനിക്ക് തോന്നി ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്താണ് യേശുവെ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഈ യേശുവെ എല്ലാ അലമ്പിന് പോകുമ്പോഴും മാത്രമേ കർത്താവേ
കൂടെ നിന്നേക്കണേ. ഇടയ്ക്കൊരു വിളിയുണ്ട് കർത്താവിനെ. ഈ മറ്റേ ഫുട്ബോളിലൊക്കെ ഭയങ്കരമായിട്ട് ആ, ബാംഗ്ലൂർ ബാംഗ്ലൂർ യൂത്ത് ലീഗ്, ബാംഗ്ലൂർ യൂത്ത് ലീഗിൽ സെലക്റ്റഡ് ആയി. കർത്താവ് പല വഴിക്കുണ്ട്. പക്ഷെ എങ്ങനെയോ കൃത്യസമയമാകുമ്പം എന്നെ ഉടായി പാടയിലും എന്നാ തോന്നിയ ആ സാധനം എനിക്ക് ജോസലിൻ്റെ സാക്ഷ്യമാണെന്ന് പറഞ്ഞേ. ജോസലിൻ്റെ ജീവിതത്തിൽ കർത്താവ് തൊട്ട ആ സ്പോട്ട് ഞങ്ങൾക്കെല്ലാം ജോസിൽ പ്രൈസ് ആർഡേയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ജോസിൽ പാരലൈസ്ഡ് ആയതായിരുന്നു, നടുവിന് അനങ്ങാൻ മേലാതെ കടന്ന ആളാണ്. അവിടുന്ന് അത്ഭുത സൗഖ്യം കിട്ടി എഴുന്നേറ്റതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പം ഇവൻ്റെ മുറിയിൽ സാന്നിധ്യം ഇറങ്ങി വന്നെന്ന് പറഞ്ഞ പോലെ ജോസലിൻ്റെ ആ പോയിന്റ് എവിടെയായിരുന്നു? എൻ്റെ പോയിന്റും ഇപ്പം ജെർജേട്ടനാണെങ്കിലും മോനാണെങ്കിലും പറഞ്ഞല്ല, റൂമിലായിരുന്നു, ആ കിടപ്പിലായിരുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ മേലായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോൾ വീൽ ചെയറിലായി പോകാം, ഇല്ല ബെഡിലായി പോകാം, നിങ്ങൾക്ക് ലക്കുണ്ട് എണീറ്റ് പോവും. അപ്പം അതുവരെ ഞാൻ എല്ലാവരും പറയുന്നത് കേൾക്കുമായിരുന്നു. പക്ഷെ തോമസുട്ടിങ്ങൾ ഒരു ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ കേൾക്കുമോ തോമസുട്ടിങ്ങൾ പറയുന്നത്, ജോസഫ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം, ഇപ്പം അവസ്ഥകൾ മാറുമെന്ന് പറഞ്ഞു. ഞാനത് എങ്ങനെയോ എനിക്കറിയത്തില്ല. അതുവരെ ഞാൻ ചർച്ചിൽ പോവും, മെസ്സേജ് കേൾക്കും, ദേവദാസന്മാർ പറയുന്നത് കേട്ട് പൊക്കോട്ടിരുന്നു. പക്ഷെ തോമസുട്ടിങ്ങൾ പറഞ്ഞപ്പം എന്നോട് യേശു സംസാരിച്ച പോലെ എനിക്ക് തോന്നി. അന്ന് തൊട്ട് ഞാൻ ഈ ചർച്ചിൽ കേൾക്കുന്ന എക്സ്പീരിയൻസുകൾ എൻ്റെ ലൈഫിൽ അനുഭവിക്കാൻ തുടങ്ങി. യേശുവിനെ കാണാൻ പറ്റുമെന്ന് പറയുന്നു, ഞാൻ ഓക്കെ കാണാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഞാൻ ഒരു ദിവസം ആഗ്രഹിച്ചു, യേശു എനിക്ക് നിന്നെ കാണണം. എൻ്റെ റൂമിൽ ഇറങ്ങി വന്നു. അതുപോലെ യേശു സൗഖ്യമാക്കുമെന്ന് കേൾക്കാറുണ്ടായിരുന്നു, ഒത്തിരി സാക്ഷ്യം കേൾക്കാറുണ്ടായിരുന്നു. വേദന എന്നൊക്കെ പറയുമ്പം വേദന അത്രേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ അനുഭവിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ഇത് ഈ പറയുന്ന അത്ര സുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞ പോലെ യേശുവിനെ അനുഭവിക്കാൻ തുടങ്ങി. ആ നിമിഷങ്ങളിൽ വേദന കൂടുമ്പോൾ യേശുവെ എനിക്ക് പറ്റുന്നില്ല, എന്നെ ഒന്ന് തൊടനെ ആശ്വസിപ്പിക്കണേ എന്ന് പറയുമ്പോൾ ഒരു കരം എന്നെ വന്ന് തൊടുന്ന ഞാൻ അനുഭവിച്ചു. അതുപോലെ യേശു സ്വർഗീയ അനുഭവങ്ങൾ, യേശുവായിട്ടുള്ള എന്നാ പറയുന്നത് ബന്ധം എല്ലാം ആ സമയത്താണ് വർദ്ധിക്കുന്നത്. പെയിൻ കില്ലേഴ്സ് എത്ര എണ്ണം കഴിച്ചെന്ന് എനിക്ക് അറിയത്തില്ല, എന്നിട്ടൊന്നും ഒരു വേദനയ്ക്ക് ശമനമില്ലായിരുന്നു. പക്ഷെ യേശുവെ ഒന്ന് തൊടണേന്ന് പറയുമ്പോൾ അങ്ങ് എന്നാ പറയുന്നത് ആ വേദന അങ്ങ് മാറി നിൽക്കുന്ന അനുഭവമായിരുന്നു. ഇപ്പോൾ ചർച്ചിലെല്ലാവരും പറയുന്ന പോലെ ശുശ്രൂഷയൊക്കെ ഉണ്ട്. കാരണം വിശ്വാസിയിൽ നിൽക്കുന്ന കുടുംബത്തിലെ പിള്ളേരാകുമ്പം നമ്മുടെ ചർച്ചിൽ എവിടെയെങ്കിലുമൊക്കെ ശുശ്രൂഷ ഉണ്ടെന്ന് ഓർത്തെ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന് പുറത്ത് പോവും. എനിക്ക് പുറത്ത് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഓർത്ത് അവിടെ പോകുമ്പോൾ എന്നായാലും ചർച്ചിൽ പോകണം, അവിടെ പോകുമ്പോൾ വല്ലപ്പുഴയിലൊക്കെ വർഷിപ്പ് ചെയ്യാമെന്നൊക്കെ ഓർത്ത് ഞാൻ ശുശ്രൂഷയെ പറ്റിയൊക്കെ എൻ്റെ മാക്സിമം ഞാൻ അത്ര ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യേശുവിന് നമ്മുടെ കഴിവൊന്നും വേണ്ട. ആദ്യമായിട്ട് ഞാൻ കോയ ടീമിൽ കയറുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ കോയ ടീമിൽ കയറി, നിനക്ക് പാടാനൊന്നും അറിയത്തില്ല. ഞാൻ വീട്ടിലൊരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല. എനിക്ക് പാടുന്ന എന്നാന്നോ ഏത് സ്കെയിലാന്നോ ഞാൻ സിൽജോയുടെ ഒരു 5-6 പ്രാവശ്യം ചോദിച്ചു, ഒന്ന് മൂളിയിട്ടെങ്കിലും ഞാൻ പാടത്തുള്ളൂ, കാരണം അറിയത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കഴിവ് സെറ്റായോ? അല്ല ഞാനിപ്പോഴത്തെ കാര്യം പറഞ്ഞു ഇപ്പോഴും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കഴിവ് വേണ്ട. ഒന്നാമത്തെ കാര്യം എൻ്റെ യോഗ്യത എൻ്റെ കഴിവോ അല്ല. യേശുവിന് നിന്നെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടു കേട്ടോ, എത്ര പേരെ എതിർത്ത് നിൽക്കാൻ നോക്കിയാലും നടക്കത്തില്ല. പുറത്താണേലും അകത്താണേലും എവിടെയാണേലും ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ശുശ്രൂഷകനാണ് എല്ലാവരും. പക്ഷെ ഞാനിപ്പം ജോസിലും കൂടെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇനിയിപ്പം സച്ചിനും പറയും. ഞാനിപ്പം നമ്മൾ ഇത്രയും പേര് പറഞ്ഞു, എൻ്റെയും ജെറിൻ്റെയും ജഡ്സണും പറഞ്ഞത് വെച്ച് ഭയങ്കര അലമ്പും കാര്യങ്ങളും. ജോസിലിന് സൗഖ്യം, സച്ചിനും അത്ഭുത സൗഖ്യം കിട്ടി. ഈ റോഷൻ, ജോബിൻ, സിൽജോ പറഞ്ഞത് സിൽജോയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ യേശു തൊട്ടു. പക്ഷെ ഇതിനകത്തുനിന്ന് പിടി കിട്ടുന്നൊരു സംഭവം, ഞാനൊക്കെ ചെറുപ്പമായിരുന്നപ്പം കേൾക്കുന്ന പപ്പാടെ സാക്ഷ്യം, ഷാജിയങ്ങൾ ഇങ്ങനെ കുടിച്ച് നടന്നത്, മറ്റേ ഓരോരുത്തർ കുടി കഥ, ഇതൊക്കെയാണ് കേൾക്കുന്നത്. എൻ്റെ മനസ്സിൽ മൊത്തം എന്തേലൊക്കെ ഒരു അലമ്പൊക്കെ കാണിച്ചാലേ ദൈവത്തെ. പക്ഷെങ്കിൽ അലമ്പിൽ നിന്ന് കർത്താവ് തൊട്ടു, രോഗസൗഖ്യത്തിൽ നിന്ന് കർത്താവ് തൊട്ടു, ഒരു കുഴപ്പമില്ലാതിരുന്നവനെ മുറിയിൽ ഇറങ്ങി വന്ന് കർത്താവ് തൊട്ടു. അപ്പം നമ്മുടെ മേലുള്ള വിളിയാണ്
ഇതിൻ്റെ എല്ലാം മുകളിലുള്ള. പിടികിട്ടുന്നുണ്ട്? എന്നെയും നിങ്ങളെയും എല്ലാം യേശു സ്നേഹിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാം യേശു ജീവൻ തന്നു. ആ ഒറ്റ കാര്യം മതി. ഞാൻ ആയിരിക്കുന്നിടത്ത് നിന്ന് എൻ്റെ യേശുവേ എന്നെ തൊടണേ എന്ന് പറഞ്ഞാൽ ആരുമായിക്കോട്ടെ, ഏത് ദശയിലുള്ളവരും ആയിക്കോട്ടെ, കർത്താവ് തൊട്ടിരിക്കും. എൻ യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, അങ്ങേ പോൽ സ്നേഹിതനായി വേറെ ആരുള്ളൂ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, അങ്ങേ പോൽ സ്നേഹിതനായി വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഓ യേശുവേ എൻ നാഥനേ, ഓ യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനെ, അങ്ങേ പോൽ സ്നേഹിതനായി വേറെ ആരുള്ളൂ. സച്ചിനെ, ഇപ്പൊ ഈ പാടിയ വാക്കുകൾ വെച്ച് സച്ചിന് യേശു എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടെ? നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സ് ആദ്യം പറയാം. എനിക്ക് ഈ രോഗസൗഖ്യം ഉണ്ടായി, മറ്റേ അല്ലാത്ത രീതിയിലുള്ള അലമ്പും പോയി. ഞാൻ ഈ എല്ലാവരും പറഞ്ഞു ഭയങ്കര അത്ഭുതം നടന്നതാണ്, ഭയങ്കര അത്ഭുതത്തിൽ നിന്ന് വന്നു, സഭ തുടങ്ങിയപ്പോൾ ഉള്ള അത്ഭുതം. ഞാൻ ജനിച്ചപ്പോൾ 2 കണ്ണിനും കാഴ്ചയില്ല, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതിൻ്റെ അത്ഭുതത്തിൻ്റെ എത്ര വലുതാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പറയുമ്പോൾ അറിയാം യേശു നടത്തിയതാണെല്ലാം അറിയാമെങ്കിലും. ഒരു അന്ധനായ കൊച്ചിപ്പൻ ജോസിൽ പറഞ്ഞു, ജോസിൽ ബെഡേ കിടന്നു. ജെറിൻ പറഞ്ഞു, ജെറിൻ ആക്സിഡൻ്റ് ഉണ്ടായി കട്ടിലേ കിടന്നു. ഇതെല്ലാം പറഞ്ഞപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തില്ല. അതിനു മുമ്പേ യേശു എന്നെ തൊട്ടു. പിന്നെ വളർന്നതെല്ലാം ഇതിനകത്തായിരുന്നെങ്കിലും ഗ്രാജുവലി ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഇത് സംശയിക്കാൻ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ അലമ്പിലോട്ടും പോയി, പറയാൻ പറ്റാത്തതുപോലെ അലമ്പിപ്പോയി. അവിടെ എല്ലാം ചെയ്തപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ എവിടെയോ ഒരു പോയിന്റിൽ യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ അറിയാം. അത് വലിയ വിശ്വാസത്തിലാണോ എന്നൊന്നും അറിയത്തില്ല, വലിയ വിശ്വാസത്തിലോ ആഴത്തിലോ ഒന്നുമല്ല. എല്ലാ തെറ്റ് ചെയ്യുമ്പോഴും ചെയ്തപ്പോഴും സഹായത്തിന് യേശുവേ എന്ന് വിളിച്ചിട്ടുണ്ട്. ആ പോയിന്റിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം അത്ഭുതം കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം നിൽക്കുമ്പോഴത്തേക്ക് ഒരു കാര്യമോ പറയാനുള്ളൂ, ഈ യേശു എന്ന് പറയുന്നത് വിശുദ്ധിയിലോ ഒന്നും നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല. ആരേശുവേ എന്ന് വിളിച്ചാലും അവരെ എല്ലാം തൊടാൻ അവൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. അതിന് രോഗമായിക്കോട്ടെ, അത് സൗഖ്യമാക്കാൻ മതിയായവനാ. തെറ്റിപ്പോയ വ്യക്തി ആയിക്കോട്ടെ, കുറ്റമുള്ള വ്യക്തി ആയിക്കോട്ടെ, അലമ്പുന്ന ആളായിക്കോട്ടെ, ആരും യേശുവേ എന്ന് വിളിച്ചാൽ അവൻ റെഡിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഒരു മാറ്റവും ഇല്ലാതെ. അതുകൊണ്ട് യേശു ബൈബിളിൽ തന്നെ പറഞ്ഞേക്കുന്നത്, യേശു ഈ ലോകത്തിൽ വന്നത് മനുഷ്യന്റെ കുറ്റത്തെ നോക്കി വിധിക്കാനൊന്നുമല്ല, ടു സേവ് ദം. മനുഷ്യനെ ഈ തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അതിന് ദൈവം തിരഞ്ഞെടുത്തതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളെ ഒന്നും ആയിരുന്നില്ല. പല കുറവുകളുള്ള നമ്മളെ എല്ലാം പോലെയുള്ള പത്രോസിനെയും പൗലോസിനെയും യോഹന്നാനെയും എല്ലാം തിരഞ്ഞെടുത്ത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്നിവിടെ നിരന്ന് നിൽക്കുന്ന നമ്മളെ എല്ലാം യേശു അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പോകുന്നു. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഓരോ മനുഷ്യനെയും, തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളെയും, തളർന്നു കിടന്ന ആളെയും, കാഴ്ചയില്ലാതെ കിടന്ന ആളെയും, പിന്നെയും തെറ്റിപ്പോയവരെ, അലമ്പിക്കൊണ്ടിരുന്നവരെയും തിരഞ്ഞെടുത്ത് അവൻ്റെ മഹത്വം അല്ലെങ്കിൽ അവൻ്റെ സ്നേഹത്തെ, ഇന്ന് നമുക്കെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ ഒറ്റ കാര്യമല്ലേ പറയണം, യേശുവിൻ്റെ സ്നേഹം റിയൽ. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ദൈവം തെളിയിക്കുമായിരുന്നു. ശരിക്കും നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതേ പ്രശ്നത്തിൽ നിൽക്കുന്നതാണ് ഒരു 60 to 70% യുവാക്കളും.
എന്നെ ഇതിപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, എന്നെ ആരും കാര്യം ലോകം ക്രിട്ടിസൈസ് ചെയ്യുന്നതും ലോകം ജഡ്ജ് ചെയ്യുന്നതും അവൻ്റെ അപ്പിയറൻസ് വെച്ചും അവൻ ചെയ്യുന്നതും വെച്ചാൽ, പക്ഷെ ഉള്ളിൽ അവൻ വിഷമിക്കുമായിരിക്കും. ഇപ്പം ഞാനാണേലും അലമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണേലും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. എല്ലാവരും വട്ടത്ത് നിന്ന് അവനൊക്കെ കർത്താവിനെ അറിഞ്ഞിട്ട് കാണിക്കുന്നത്. നമുക്കും അറിയാം, നമ്മൾ പ്രായത്തിൻ്റെ തിളപ്പിൽ വീണ് പോയാ. ശരിക്കും ഇന്നിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം സെയിം ഒരവസ്ഥയിലിരിക്കുന്ന ഒത്തിരി യുവാക്കളെ ഇന്ന് കർത്താവ് തൊടുക. ആമേൻ. ഈ ഞാൻ കേട്ടിട്ടല്ല, ഞാൻ കണ്ടിട്ടുമുണ്ട്. ഈ കടിച്ചാ പൊട്ടാത്തവരാന്ന് നമുക്ക് തോന്നും. ഏതാ അവനെ കണ്ടാല് മറ്റേ ഇങ്ങനെ അത് തന്നെ കലിപ്പനായിട്ട് നിൽക്കുക. മറ്റേ ചില സിനിമയിലൊക്കെ കാണുന്നവരെ വെടിവെച്ചാലും ഇവൻ ഇങ്ങനെ അനങ്ങാൻ നിൽക്കോടുകയല്ല എന്ന് പറയുന്നവരെ നിൽക്കുന്നവന്മാരായിരിക്കും. പക്ഷേ ഒരു കെട്ടിപ്പിടുത്തത്തിൽ പൊട്ടിപ്പോവുകയും ഒത്തിരി നാളായിട്ട് ഉള്ളിൽ ബിൽഡ് ചെയ്ത് വെച്ചത്, ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ തൊടാൻ, അങ്ങനെ കെട്ടിപ്പിടിക്കാൻ ഏറ്റവും അറിയാവുന്ന, ഏറ്റവും യോഗ്യനായവൻ യേശു മാത്രമാണ്. നിങ്ങളെ ഇന്ന് തൊടും. നിങ്ങളുടെ ജീവിതത്തെ, ഇത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങളിവിടെ പറയുമ്പോൾ എല്ലാം ഞങ്ങളുടെ അലമ്പിനെയൊക്കെ പറയുന്ന കുടി, വലി, പല കാര്യങ്ങളും ഞങ്ങളിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം, കുടിക്കുന്നിടത്ത് കർത്താവ് ഇറങ്ങി വരും. നിങ്ങൾ അലമ്പിക്കൊണ്ടിരിക്കുന്നിടത്ത് കർത്താവ് നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അവനൊരു സ്ഥലത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, അവനൊരാളെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ, നീ എൻ്റെ യേശുവേ, എനിക്കിത് എൻ്റെ കൂടി നിർത്താൻ പറ്റുന്നില്ല, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, യേശുവെ നീ സഹായിക്കണേ എന്നുള്ളിൽ നിന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, അവൻ നീ പോയിരിക്കുന്ന ബാറിലും നിൻ്റെ കൂടെ ഇരിക്കും. പക്ഷെ എന്നും നിൻ്റെ കൂടെ ബാറിലിരിക്കാനല്ല അവൻ ഇറങ്ങി വരുന്നത്. നീ അവനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് കഴിയാത്തിടത്ത് അവൻ്റെ കൃപയാൽ അവൻ നിന്നെ അവിടെ നിന്ന് മാറ്റിയിരിക്കും. ഞാനിങ്ങനെ മറ്റേ കുടിച്ച് പൂസായി സ്ട്രീറ്റിൽ പോയി കിടക്കുന്ന ആളല്ല. കൂട്ടുകാരോടുമ്പോൾ ഒരു സന്തോഷം. പക്ഷേ എനിക്കത് ഞാൻ ചോദിക്കുന്നത്, യേശു എന്തേലൊക്കെ ഇല്ല എന്നെ. പക്ഷെങ്കിൽ ഞാൻ പിന്നെ ഒരു കാലം വന്നപ്പം പിടികിട്ടി, ഇല്ല, ഇതിന് കുറേ കുഴപ്പങ്ങളുണ്ട്. ഇതെൻ്റെ ചിന്താഗതിയെ മാറ്റുന്നുണ്ട്, ഇതെൻ്റെ ചിന്തിക്കുന്ന രീതി മാറ്റുന്നു, എൻ്റെ പ്രവർത്തിക്കുന്ന രീതി, ഇതെല്ലാം പക്ഷെ യേശുവെ എന്നെയും കൊണ്ട് പറ്റുകയില്ല, നീ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എനിക്കതിനോടുണ്ടായിരുന്ന എല്ലാ ഇഷ്ടവും എടുത്തു മാറ്റി, ഇന്നത് കാണുമ്പോൾ അതിനെപ്പറ്റി തോന്നൽ പോലും വരാത്ത രീതിയിൽ യേശു ആക്കി മാറ്റി. പിടിയിട്ടുന്നുണ്ടോ? അപ്പം നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ, ആയിരിക്കുന്ന സ്ഥലത്ത്, യേശുവെ എന്നെ തൊടണേ, യേശുവെ എൻ്റെ കർത്താവായി നീ എൻ്റെ ജീവിതത്തിൽ വരണേ. ഒരു സഭയിൽ പോയില്ലേലും, ഒരു പാസ്റ്റർ നിങ്ങളുടെ തലയെ കൈ വെച്ചില്ലേലും, പാസ്റ്റർമാർ നിന്നെ കൈ ചൂണ്ടി കുറ്റം വിധിച്ചതാണെങ്കിലും, യേശു നിൻ്റെ കൂടെയുണ്ട്, നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി വന്നിരിക്കും. ഈ പലപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് ഇതൊരു ഭയങ്കര ബോറിങ് ലൈഫാണ്. ഈ യേശുവിനെ അറിയുക, ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഭയങ്കര, ഞാൻ നിൽക്കുന്ന യേശു എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സന്തോഷങ്ങളിൽ കൂടെ സന്തോഷിക്കുന്ന ആളാണ്. അല്ലാതെ എപ്പോഴും പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല. നമ്മൾ എന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ ചിരിച്ച് കളിച്ചിരുന്നപ്പോഴും, ഓരോ കാര്യം പറഞ്ഞപ്പോഴും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയപ്പോഴും എല്ലാം, ഇപ്പം നമ്മളാണേലും അന്ന് കുമളിയിൽ പോയി താമസിക്കുമ്പം 80% നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുകയും ചിരിക്കുകയും, പക്ഷെ ആ മുറിക്കകത്ത് കയറി നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നപ്പം സാന്നിധ്യം മാറിയ മാറ്റം. കർത്താവ് ഇപ്പം സച്ചിൻ പറഞ്ഞ പോലെ ബോറിങ്ങേ അല്ല, അത്ഭുതമായി മുമ്പിലോട്ട് കൊണ്ടുപോയിരിക്കും. യേശുവേ പിതാവേ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന സച്ചിനെ ഒരു വാക്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. യേശു എന്ന് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും, യേശു എന്ന് ഞങ്ങൾ പറയുന്നതെല്ലാം അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. യേശു എന്ന് ഞങ്ങൾ പറഞ്ഞ, ഞങ്ങൾ പോയ ഓരോ അവസ്ഥയിലും ഇരിക്കുന്ന പല പല യങ്സ്റ്റേഴ്സും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഇതേ സിറ്റുവേഷൻസിലൂടെ പോയവരും, ഇതേ തെറ്റിനകത്ത് നിൽക്കുന്നവരും, ഇത് സംശയിച്ചവരും, രോഗത്തിലായിരിക്കുന്നവരും, യേശു പലരും ഞങ്ങളെ കേൾക്കുന്നുണ്ട്. യേശു ഇന്ന് അവരവിടെ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ യേശുവെ എന്ന് വിളിച്ചാൽ,
ഈ സ്നേഹം നിങ്ങളിലേക്കും വരിക. യേശുവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നിവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേരത്തെ സിൽജോ പറഞ്ഞതുപോലെ പ്രൂവ് ദം ഫാദർ യു ആർ റിയൽ. അങ്ങ് തെളിയിക്കണം, അങ്ങ് ശരിക്കും ഉള്ളവനാന്ന്. അവരായിരിക്കുന്നിടത്ത്, അവരുടെ മുറികളിൽ, അവരെവിടെയാണോ ആയിരിക്കുന്നിടത്ത് അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണം. We want to know you more, Father. അങ്ങ് എത്ര റിയലാണോ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എത്ര റിയലാണോ, അതിലും റിയലായവനാണല്ലോ അപ്പം അങ്ങ്. അവരായിരിക്കുന്നിടത്ത് അങ്ങ് ഇറങ്ങി വരണം, അവരെ തൊടണം, അവരുടെ ജീവിതങ്ങളെ മാറ്റണം. അപ്പം യേശുവേ, ഇന്നത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ദിവസമായിരിക്കണം, ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കണം, യേശുവിനെ കൂടുതലായി അറിയുന്ന ദിവസമായിരിക്കണം. അപ്പം യേശുവുമായിട്ട് നടക്കുന്ന ദിവസമായിരിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പം നേരത്തെ പാടിയതുപോലെ അങ്ങേ കൂടുതലായി വേണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞങ്ങളോ മരിക്കണം, ഞങ്ങളോ ദിനം തോറും മരിക്കണം. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ സ്നേഹം കൂടുതലായി വളരണം. ഹെൽപ്പ് us, Father. ഇതിനകത്ത് നിൽക്കുവാനും ഈ സ്നേഹത്തിനകത്ത് നടക്കുവാനും അങ്ങയോട് ചേർന്നിരിക്കുവാനും ഈ ലോകത്തിൽ എൻ്റെ കണ്ണിനെക്കാട്ടിലും എൻ്റെ അറിവിനെക്കാട്ടിലും എൻ്റെ മറ്റെന്തിനേക്കാട്ടിലും ഉപരി അങ്ങയുമായിട്ട് ചേർന്ന് നിൽക്കുക. അങ്ങേ വേണം, അങ്ങയോട് കൂടെ നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഇറ്റ്സ് ഓൾ യുവർ ഗ്രേസ്, ഫാദർ. ഞങ്ങളുടെ ആരുടെയും കഴിവോ ഞങ്ങളുടെ ആരുടെയും ഒരു ഗുണങ്ങളോ അല്ല, അങ്ങയുടെ സ്നേഹത്തിനകത്ത് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് കാണുന്ന ഓരോരുത്തരെയും സഹായിക്കണം. ഇന്ന് എല്ലാവരുടെയും, ഞങ്ങളുടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നൊരു മാറ്റത്തിൻ്റെ ദിവസമാക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുക. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നന്ദിയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. എൻ പ്രിയനേ, ഞാൻ കാത്തിടുന്നേ, വരണേ നീ
അവസാനമായി നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. Holy are you my Father. നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. യേശുവേ നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. മറ്റാരെക്കാളും നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. പ്രാണനേക്കാൾ നീ വേണം. അരികിലെന്നും നീ വേണം. നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും ശ്വാസമേ. ഓ എൻ കണ്ണുകളെ നീ വേണം. എന്നരികിലെന്നും ഓ അറിവിനേക്കാൾ നീ വേണം. ഞാൻ പാടും ശ്വാസമേ. അവസാനമായി ഒന്നോടെ എൻ പ്രാണനേക്കാൾ ഓ നീ വേണം. ഞാൻ പാടും ശ്വാസമേ. എന്നറിവിനേക്കാൾ നീ വേണം. ഞാൻ പാടും ശ്വാസമേ. Holy are you my Father. Rivala hastalara manadar ramda pravara. And there is healing divine, and no other power can heal all disease but thine. En manam matane satyavanakane. En manam matane അങ്ങേ പോലാക്കണേ. എൻ മനം മാറ്റണേ. സത്യവാനാക്കണേ. എൻ മനം മാറ്റണേ. അങ്ങേ പോലാക്കണേ. Father, in the name of Jesus, ഒരു ഹീലിംഗിനായി ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ യേശുവേ പിതാവേ, യേശുവേ നിന്റെ പിണരുകളാൽ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പ, in the name of Jesus I command healing by the stripes, my Father. Oh, in the name of Jesus, I pray that everybody who is listening to us is healed right now. അപ്പൊ ആത്മഹത്യയുടെ വക്കീലിരിക്കുന്ന ഓരോരുത്തരെയും അപ്പ നിന്റെ ആ സ്നേഹത്താൽ നീ അവരെ ആലിംഗനം ചെയ്യുന്നതിനായി നന്ദി അപ്പ. There is still hope in this world. ഇനിയും പ്രത്യാശയുണ്ട്, ഇനിയും എനിക്കൊരു അവസരമുണ്ടെന്നപ്പ നീ അവരുടെ ഉള്ളിൽ നീ ഇറങ്ങി ചെല്ലുന്നതിനായി നന്ദി അപ്പ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നീ വേണം, നീ വേണം, നീ വേണം, നീ വേണം. എൻ പ്രാണനേക്കാൾ നീ വേണം. അരികിലെന്നും നീ വേണം. നിഴൽ
ആഴ്ച കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ആഴ്ച മാത്രമല്ല, എന്നേക്കുമായി കൂടെയുണ്ട്. അടിച്ചു പൊളിക്കുക, സന്തോഷിക്കുക, തുള്ളിച്ചാടുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.